നമസ്കാരം. ശ്രീ പടനിലം ശ്രീകുമാർ എന്ന ജ്യോതിഷാചാര്യനാണ്. ഇപ്പോൾ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് താമ്പൂലം എന്ന ഒരു സാന്നിധ്യത്തെ പറ്റിയാണ്. താമ്പൂലം എന്ന് നമ്മൾ പറയുന്നത് വെറ്റ എന്നാണ് തനി മലയാളത്തിൽ നമ്മൾ പറയുന്നത്. ഇപ്പം താമ്പൂല പ്രശ്നം ചില ആൾക്കാർ ദേവവിഷയങ്ങളിലായാലും കുടുംബ പ്രശ്നങ്ങളിലായാലും അത് പൂർണ്ണമായി സൂക്ഷ്മമായി അത് നോക്കി പരിഹരിക്കാറുണ്ട്. അതിലെ താമ്പൂല പ്രശ്നം എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ ഒരു ദൂതനെ അല്ലെങ്കിൽ ഒരു പ്രസ്താവന, അതായത് ഒരു ദേവകാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു മാനുഷിക കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി ഈ താമ്പൂലത്തെ നമ്മൾ ഒരു എണ്ണാതെയും തിരിയാതെയും, അതായത് അത് നോക്കി തിരിയാതെ എണ്ണാതെയൊക്കെ ആ താമ്പൂലം കൊണ്ടുവന്ന് ആ സംപ്രേര്യമാണസ്താവശ ശരീരി, സംപ്രേരിതനായി ഈശ്വരൻ്റെ സംപ്രേരിതം കൊണ്ട് ആ ദൂതന് അല്ലെങ്കിൽ പ്രസ്താവന തോന്നിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ ചെന്ന് ആ പ്രശ്നം വെക്കണം എന്ന് തോന്നിക്കുന്ന അല്ലെങ്കിൽ താമ്പൂല പ്രശ്നം വെക്കണമെന്ന് തോന്നുമ്പോൾ ആ വെറ്റില പ്രശ്നത്തിൽ അല്ലെങ്കിൽ താമ്പൂല പ്രശ്നം കൊണ്ടുവരാനായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉദിക്കുന്നതായ അല്ലെങ്കിൽ എണ്ണാത്ത തിരിയാത്തതായ വെറ്റിലകൾ, ക്രമുകം, പാക്ക്, ഇതെല്ലാം കൊണ്ടുവന്ന് ദൈവജ്ഞൻ്റെ മുമ്പിൽ വെക്കുമ്പോൾ തിക്തപാണിന്ന പശ്യതേ ദേവാനാം ദൈവതം ഗുരു നൈമത്തികം വിശേഷണ ഫലേന ഫലമാതിശൻ. പ്രത്യേക ഫലത്തെപ്പറ്റി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു വിഷയവും കൂടാണ് താമ്പൂലം. തിക്തപാണിന്ന പശ്യതേ, ദേവാലയത്തിൽ ചെല്ലുമ്പോൾ ആ ദേവന് തിക്തപാണിന്ന പശ്യത, അത് കയ്യിൽ ഒരു പൂവെങ്കിലും ഉണ്ടായിരിക്കണം. ആ ദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ ദേവാനാം ദൈവതം ഗുരു, ദൈവത്തെ കാണാൻ പോകുമ്പോഴും ഗുരുവിനെ കാണാൻ പോകുമ്പോഴും കുഞ്ഞുങ്ങളെ കാണാൻ പോകുമ്പോഴും നമ്മൾ എന്തെങ്കിലും കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോൾ അവരുടെ അനുഗ്രഹം ഈശ്വരന് തുല്യമായ അനുഗ്രഹങ്ങളാണെന്നാണ് വയ്ക്കുന്നത്. പ്രത്യേകിച്ച് നൈമത്തികം വിശേഷേണ ഫലേന ഫലമാതിച്ച്, നൈമത്തികമായി വിശേഷ ഫലങ്ങളെപ്പറ്റി പറയാൻ പറ്റും ദൈവജ്ഞൻ്റെ മുമ്പിൽ ഈ താമ്പൂലം എത്തുമ്പോൾ. അങ്ങനെ ഒരു വ്യക്തി ഒരു താമ്പൂല പ്രശ്നമായി വരുന്ന സമയത്ത് ഈ താമ്പൂലം എന്ന് പറയുന്നത് ഒരു ദൈവഹിത്യമായ അല്ലെങ്കിൽ ദൈവചൈതന്യം നിറഞ്ഞതായ എല്ലാ ദേവഗണങ്ങളും അടങ്ങിയിരിക്കുന്നതായ ഈ താമ്പൂലം ആ ദൈവജ്ഞൻ്റെ മുമ്പിൽ വരുമ്പോൾ താമ്പൂല സംഖ്യാം ദ്വിഗുണം ശരക്നം സൈകേ ഹരേ അത്ര വിരത്ര ശിഷ്ടേ സൂര്യാദികാനാം ഉദയത്ര കൽപ്യോ ഗ്രഹോദയെ എത്ര സലഗ്നരാശി. അതായത് ഈ കൊണ്ടുവരുന്ന താമ്പൂലത്തെ ഗണിതക്രിയകൾ മുഖേന ആ ഗണിച്ച് അതൊരു രാശി ഏത് ഗ്രഹമാണെന്ന് കണ്ടെത്തി ആ രാശി കണ്ടെത്തി ആ രാശിയിലെ പ്രശ്നമാണ് താമ്പൂല ആരൂഢവും താമ്പൂല പ്രശ്നങ്ങളും. ഈ താമ്പൂലം കൊണ്ടുവരുമ്പോൾ ആ താമ്പൂലത്തിൽ എത്ര ദേവന്മാരടങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളും കൂടെ മനസ്സിലാക്കി വേണം അതിൻ്റെ പൂർണ്ണമായ ഒരു ഫലത്തെ പറയാൻ. അതിൻ്റെ ഓരോ ഘടകങ്ങൾ നമ്മൾ എടുക്കുമ്പോഴും അതിൻ്റെ താമ്പൂലത്തിൻ്റെ അഗ്രഭാഗത്തായിട്ട് താമ്പൂലാഗ്രേ നിവസതിരമ മധ്യതോ വാഗദേശ പൃഷ്ഠേ ജ്യേഷ്ഠ ഹിമഹരിസുത വാമഭാഗുന്നതോ ഭൂ അന്തേർ വിഷ്ണു ബഹുരുടുപതി ശങ്കരൗ ചൗപഗോണേ ചക്രാദിത്യാരുപതി മദന സർവതോ നാഗവല്ലി. അപ്പോൾ ഓരോ ഭാഗങ്ങൾ നമ്മൾ ഒരു താമ്പൂലത്തിൻ്റെ എടുക്കുമ്പോൾ അതിൻ്റെ താമ്പൂലാഗ്രേ നിവസതിരമ, താമ്പൂലത്തിൻ്റെ അഗ്രഭാഗത്തായിട്ട് നിവസതിരമ, അതായത് മഹാലക്ഷ്മി കുടികൊള്ളുന്നെന്നും ആ മഹാലക്ഷ്മി കുടികൊള്ളുന്നത് കൊണ്ട് നമ്മളത് വെറ്റില പാക്കൊക്കെ മുറുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരാളത് ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ അഗ്രഭാഗത്തതായിരിക്കുന്നതായ വെറ്റില എടുത്ത് നമ്മൾ ശിരസിലേക്ക് വെക്കാറുണ്ട്. അത് മഹാലക്ഷ്മിയെ നമ്മുടെ ശിരസിലേക്ക് ഏറ്റുന്നു, അതിനെ പുച്ഛിച്ച് കളയുന്നില്ല, നമ്മുടെ ശിരസിലേക്ക് വഹിക്കുന്നു അല്ലെങ്കിൽ അതിനെ ആവാഹിക്കുന്നു എന്നുള്ള സങ്കല്പത്തിലാണ് അത് ചെയ്യുന്നത്. മധ്യതോ വാഗദേശ പൃഷ്ഠേ ജ്യേഷ്ഠ ഹിമഹരിസിത, മധ്യതേ വാഗദേശ, വാഗ്ദേവി കുടികൊള്ളുന്നതായ മധ്യഭാഗത്തായിട്ട് ക്രമുകം, പാക്ക് മുതലായ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ദക്ഷിണ മുതലായ കാര്യങ്ങൾ ഒരു വാക്കിനെ ബന്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ് അതിൻ്റെ മധ്യഭാഗത്തായിട്ട് ഒരു വാക്കിനെ സൂചിപ്പിക്കുന്നതായതുകൊണ്ടാണ് പാണീഗ്രഹണങ്ങൾ നടക്കുമ്പോൾ അച്ഛനമ്മമാരിൽ നിന്നോ അല്ലെങ്കിൽ അച്ഛൻ്റെ പിതാവ് നിന്ന് ആ വരന്മാരുടെയും വധുവിൻ്റെയും കൈപിടിച്ച് ആ വെറ്റില വെച്ചിട്ട് ഒരു സത്യത്തെ ചൊല്ലിക്കൊടുക്കുന്നത്. ഉറപ്പിച്ച് പറയുന്ന വാക്കുകളെ സ്ഥിരീകരിക്കുന്നതാണ് അതിൻ്റെ മധ്യഭാഗത്ത് കൂടി ഇളന്നതായ സരസ്വതി ദേവി. മധ്യതോ വാഗദേശ പൃഷ്ഠേ ജ്യേഷ്ഠ ഹിമഹരിസുത വാമഭാഗന്നതോ ഭൂ, പൃഷ്ഠഭാഗത്തായിട്ട് ചേഷ്ടാദേവത കുടികൊള്ളുന്നത് കൊണ്ട് നമ്മൾ അത് വെറ്റില പാക്കൊക്കെ മുറുക്കുന്ന സമയത്ത് ആ വെറ്റിലയുടെ അടിഭാഗത്ത്, അതായത് ആ പിന്നെ ചേഷ്ട ഇരിക്കുന്ന ഭാഗം, പൃഷ്ഠഭാഗത്തിരിക്കുന്നതായ ആ ഭാഗം മുറിച്ചു മാറ്റി അത് ഉപയോഗിക്കുന്നത്. ഒരിക്കലും ചേഷ്ടാദേവത നല്ലതിനല്ല, അതുകൊണ്ടാണ് അതങ്ങനെ ചെയ്യുന്നത്. വാമഭാഗുന്നതോ ഭൂ അന്തേർ വിഷ്ണു,
വാമഭാഗത്തായിട്ട് ഭൂമിദേവിയും അന്തർഭാഗത്തായിട്ട് മഹാവിഷ്ണുവും ചക്ര ഉപരിഭാഗത്തായിട്ട് സർവ്വതോ നാഗവല്ലി മദന അല്ലെങ്കിൽ കാമദേവൻ കുടികൊള്ളുന്നതായിട്ടും ഇന്ദ്രാണി സർവഗ്രഹങ്ങളും നവഗ്രഹങ്ങളും ചുറ്റുന്നതായിട്ടും അന്തേർവിഷ്ണു അടിഭാഗത്തായിട്ട് മഹാവിഷ്ണു കുടികൊള്ളുന്നതായിട്ടൊക്കെയാണ് അതിൻ്റെ സങ്കല്പം. ഈ സങ്കല്പ ഉപാധികൾ വെച്ചിട്ട് ഈ ദേവന്മാരുടെ ചൈതന്യത്തെ നിലനിർത്തുന്നതിന് വേണ്ടി ഈ താമ്പൂല പ്രശ്നം പറയുന്നത് വളരെ ശ്രേഷ്ഠമായ രീതിയിലുള്ള ഫലങ്ങളാണ്. അതായത് ഒരു വിഷയത്തെ പ്രത്യേകം പൂർണ്ണമായി തെളിയിച്ചു തരുന്ന, അല്ലെങ്കിൽ ഒരു കുടുംബജീവിതത്തിലെ കാര്യങ്ങളെ തെളിയിച്ചു തരുന്ന, അല്ലെങ്കിൽ ഒരു ദേവവിഷയത്തെ കാര്യങ്ങളെ തെളിയിച്ചു തരുന്ന പൂർണ്ണമായ ഒരു സിഗ്നലാണ് ഈ താമ്പൂലം എന്ന് പറയുന്ന ആ വെറ്റില. ഇത് ഈ താമ്പൂലം ഭൂമിയിലുള്ളതല്ല. അതായത് ഇത് നാഗവല്ലി എന്നാണ് പറയുന്നത്. സർവ്വതോ നാഗവല്ലി എന്നാണ് അതിൻ്റെ അവസാന ഭാഗം പറയുന്നത്. സർവ്വതോ നാഗവല്ലി എന്ന് പറഞ്ഞാൽ, നാഗം എന്ന് പറഞ്ഞാൽ സ്വർഗം എന്നർത്ഥമുണ്ട്. വല്ലി എന്ന് പറഞ്ഞാൽ പടർന്നു കിടക്കുന്ന സാധനം, അല്ലെങ്കിൽ പടർന്നു പോകുന്നത്. അപ്പം ആ പറഞ്ഞിരിക്കുന്നതായ നാഗവല്ലി, സ്വർഗത്തിലിരുന്നതായ നാഗവല്ലിയാണ് ഇന്ന് ഭൂമിയിലേക്ക് നമ്മളിത് ഉപയോഗിക്കുന്നത്. അത് ദേവതുല്യമായതുകൊണ്ടാണ് അത് ദേവകാര്യങ്ങളും മനുഷ്യകാര്യങ്ങളിലേക്കും അത് ഉപയോഗിക്കുന്നത്. അതിലുപരിയായിട്ട് ഈ സ്വർഗത്തിൽ ഈ താമ്പൂലം വരാനുള്ളൊരു കാരണവുമുണ്ട്. എന്ന് പറയുന്നത്, ഇന്ദ്രൻ എന്ന് പറയുന്ന സ്വർഗത്തിലെ മഹാരാജാവ്, ആ ഇന്ദ്രൻ നിവാച കവചേയ കലേയന്മാരെ വധിക്കുന്നതിന് വേണ്ടി ഭൂമിയിൽ നിന്നും അർജുനനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിട്ടാണ് ചരിത്രം. അങ്ങനെ കൊണ്ടുപോയ അർജുനൻ ഈ അസുരന്മാരെ വധിച്ചതിന് ശേഷം സ്വർഗമൊക്കെ കാണാനായിട്ട് ഇങ്ങനെ ആ സ്വർഗത്തിലെല്ലാം നടന്ന് കണ്ടപ്പോൾ, ഐരാവതം എന്ന ആനയെ, അതായത് ഇന്ദ്രൻ്റെ വാഹനമായ ഐരാവതം കെട്ടിയിരിക്കുന്നതായ, അല്ലെങ്കിൽ അതിനെ പാർപ്പിച്ചിരിക്കുന്നതായ സ്ഥലത്തെ അതിൻ്റെ തൂണിൽ പടർന്നു കിടന്നതായിരുന്നു ഈ പറയുന്ന താമ്പൂലം. ഈ താമ്പൂലം വളരെ ശ്രേഷ്ഠമാണ്. ത്രയോദശ്യേ ഗുണ, 13 ഗുണങ്ങളടങ്ങിയ ഈ താമ്പൂലം ഭൂമിയിലേക്ക് കൊണ്ടുവരണമെന്നും, രോഗനിവാരണം മുതൽ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ വേണ്ടി ഇത് ഭൂമിയിലേക്ക് കൊണ്ടുവരണമെന്നും, സർവ്വ ഐശ്വര്യങ്ങൾ ഭൂമിയിൽ വിളയുന്നതിന് വേണ്ടി അർജുനൻ നിർബന്ധം പിടിച്ച് ഇന്ദ്രൻ്റെ അടുത്ത് സമ്മാനമായി ചോദിച്ചു. അങ്ങനെ ത്രയോദശ ഗുണമുള്ള ഈ താമ്പൂലം ഭൂമിയിലേക്ക് ഇന്ദ്രൻ കൊടുത്തുവിട്ടു. വളരെ പവിത്രമാണെന്നും, ഇത് വളരെ ശ്രദ്ധാപൂർവം ഇത് ചെയ്തില്ലെങ്കിൽ ഇത് അശുദ്ധിയോ മറ്റു കാര്യങ്ങളോ വന്നാൽ ഇതെല്ലാം ക്ഷയിച്ചു പോകുമെന്നാണ് അവിടുത്തെ തത്വമനുസരിച്ച് പറഞ്ഞത്. അത് കേട്ട അർജുനൻ ഈ ഭൂമിയിലേക്ക് ഈ താമ്പൂലം കൊണ്ടുവന്നു. എന്നിട്ട് ഈ താമ്പൂലം വെച്ചിട്ടാണ് ബാക്കി എല്ലാ കാര്യങ്ങളും, ഒരു മനുഷ്യൻ്റെ ജീവിത മുതൽ, ഒരു ജനനം മുതൽ അന്ത്യം വരെയുള്ള എല്ലാ കർമ്മങ്ങൾക്കും ഈ താമ്പൂലം ഉപയോഗിക്കാൻ ഇടവരുന്നത്. അങ്ങനെ പ്രയോജനപ്പെടുത്തിയ ഈ താമ്പൂലം ദേവവിഷയങ്ങളിലും മാനുഷിക വിഷയങ്ങളിലെല്ലാം പ്രശ്നവിധിപ്രകാരം പറഞ്ഞ് ഇതിൻ്റെ പൂർണ്ണമായ ഫലങ്ങൾ നമ്മൾക്ക് തരുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഒരു ശാസ്ത്രശാഖയും കൂടാണ് താമ്പൂല പ്രശ്നം. ആ താമ്പൂലാരൂഢം കണ്ടെത്തി, ആ താമ്പൂലത്തിലുള്ള ഗ്രഹങ്ങളുടെ വീക്ഷണങ്ങൾ കണ്ട്, അല്ലെങ്കിൽ താമ്പൂലത്തിലെ ഏതൊക്കെ ഗ്രഹങ്ങളുടെ വീക്ഷണങ്ങളാണ്, അതനുസരിച്ച് ഹോരാശാസ്ത്രം മുതലായ മഹാഗ്രന്ഥങ്ങളിൽ ഇതിനെപ്പറ്റി വിവർത്തനം കൊടുത്ത് അത് മനുഷ്യരിലേക്കും പ്രകൃതിയിലേക്കും എങ്ങനെ അത് പ്രയോജനം ചെയ്യുമെന്ന് സ്ഥിരീകരിക്കുന്ന ഒരു ശാസ്ത്രവും കൂടാണ് താമ്പൂല ശാസ്ത്രം. ഇത് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു ശാസ്ത്രവും കൂടാണ്. ഇത് എല്ലാ ദൈവജ്ഞന്മാരും ഇത് ഉപയോഗിച്ച് പല ദൈവപ്രശ്നങ്ങളും നടത്താറുണ്ട്. ഓം നമഃ ശിവായ.